ആഗോളതലത്തിൽ വിമർശനം ശക്തമാകുമ്പോഴും ഗാസ കീഴടക്കാൻ ശക്തമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിനായി ജനങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞുപോകണമെന്ന അന്ത്യശാസനം നൽകി ഇസ്രായേൽ സേന. അഭയാർത്ഥികളെക്കൊണ്ട് തിങ്ങിനിറഞ്ഞ തെക്കൻ ഗാസയിൽ വൻ മാനുഷിക ദുരന്തമാസന്നമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഗാസ സിറ്റിയിൽ തമ്പടിച്ചിരിക്കുന്ന 3000-ലേറെ ഹമാസ് പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ കരയുദ്ധം തുടരുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ മരണം 65,000 കടന്നു. ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങി 10 രാജ്യങ്ങൾ പലസ്തീന് നാളെ രാഷ്ട്രപദവി നൽകുന്നത് ഇസ്രായേലിന് തിരിച്ചടി. ഗാസ പിടിച്ചെടുക്കാനായി ഇസ്രായേലിന്റെ കടുത്ത നീക്കം തുടരുന്നു. ഗിദയോൻ ചാരിയറ്റ്സ് 2 എന്ന പേരിലാണ് കരയുദ്ധം ആരംഭിച്ചത്. ശക്തമായ കരയുദ്ധത്തിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലേക്ക് പ്രവേശിച്ചു. നഗരത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങളുടെയും നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറഞ്ഞു. ടാങ്കുകളും കവചിത വാഹനങ്ങളുമായാണ് ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിലേക്ക് കടന്നത്. 2 വർഷത്തെ യുദ്ധത്തിനിടയിലെ ഏറ്റവും കഠിനമായ ദിവസങ്ങളിലൂടെയാണ് ഗാസ നഗരം മുന്നോട്ടു പോകുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗാസയുടെ ഹൃദയം എന്നാണ് ഗാസ സിറ്റി അറിയപ്പെടുന്നത്. ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം നൽകിയ മുന്നറിയിപ്പിന്റെ കാലാവധി കഴിഞ്ഞു. എന്നാൽ എവിടേക്ക് പോകണമെന്നറിയാതെ തളർന്നു നിൽക്കുകയാണ് സാധാരണ ജനങ്ങൾ. ഗാസയിൽ സുരക്ഷിതമായ ഒരിടം പോലുമില്ലെന്ന സത്യം അവരെ ഭയചകിതരാക്കുന്നു. ഗാസ സിറ്റി പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഗാസ സിറ്റി ഇപ്പോഴും ഹമാസിന്റെ ശക്തികേന്ദ്രം എന്ന് കാട്ടിയാണ് ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചത്. ഗാസയുടെ ഭൂപടം മാറ്റിയെഴുതുന്ന തരത്തിലാണ് IDFന്റെ നീക്കം. ഇത് വ്യക്തമാക്കുന്ന വീഡിയോയും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ദിവസങ്ങൾക്കുള്ളിൽ ഗാസയെ നിയന്ത്രിത പ്രദേശമായി മാറ്റും. നിലവിലെ ഗാസയുടെ ഭൂപടം ചുരുങ്ങി തീരത്തെ ഒരു ചെറിയ തുരുത്താക്കി മേഖലയെ മാറ്റുമെന്നാണ് IDFന്റെ ഭീഷണി. അതിനു മുൻപ് ഗാസ നിവാസികൾ തെക്കോട്ടേക്ക് മാറിപ്പോകണമെന്നും മുന്നറിയിപ്പ് നൽകി. ഗാസ കത്തിയെരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കരയുദ്ധം ആരംഭിച്ചത്. അതിനിടെ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബം കരയുദ്ധത്തിനെതിരെ രംഗത്തെത്തി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ടു. ഗാസയിൽ ബന്ദികളാക്കിയ 48 ഇസ്രായേലികളെയാണ് ഇനി തിരികെ എത്തിക്കാനുള്ളത്. ഇതിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ വിടവാങ്ങൽ ചിത്രം എന്ന കുറിപ്പോടെ തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളുടെ ചിത്രം ഹമാസിന്റെ സായുധ സേനാ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ് പുറത്തുവിട്ടത് ആശങ്ക വർദ്ധിപ്പിച്ചു. തടവുകാരെ ഗാസ നഗരത്തിന്റെ അയൽപക്കങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ലെന്നും അൽ ഖസം ബ്രിഗേഡിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഗാസ നഗരം പൂർണ്ണമായി കൈവശപ്പെടുത്താൻ ഇസ്രായേൽ തിരക്കിട്ട് നീങ്ങുകയാണ്. പ്രദേശങ്ങൾ കൂടുതൽ അഭയാർത്ഥികളെ കൊണ്ട് നിറയുന്നതിനാൽ സ്ഥിതി അനുദിനം വഷളാകുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരെ കൊണ്ട് ഗാസയുടെ തെക്കൻ തീരം തിങ്ങി നിറഞ്ഞു. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെ 10,000-ങ്ങളാണ് ടെന്റുകളിൽ കഴിയുന്നത്. അഭയാർത്ഥികളെ ഉൾക്കൊള്ളാനാകാതെ തെക്കൻ പ്രദേശം മാനുഷിക ദുരന്തത്തിലേക്ക് കടന്നതായാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 ദിശകളിൽ നിന്ന് കാലാൾപ്പടയും പീരങ്കികളുമായി ഇസ്രായേൽ ഗാസ സിറ്റിയുടെ മധ്യഭാഗത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യോമാക്രമണങ്ങൾക്കൊപ്പം റിമോട്ട് കൺട്രോൾഡ് റോബോട്ടുകൾ വഴിയും ഇവിടെ ഇസ്രായേൽ സേന സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ട്. ഗാസ സിറ്റിയുടെ 40% നിയന്ത്രണത്തിലാക്കിയെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. 3000-ലേറെ ഹമാസ് അംഗങ്ങൾ ഗാസ സിറ്റിയിലുണ്ടെന്നും 2 മാസത്തിനകം ഏറ്റുമുട്ടൽ രൂക്ഷമായേക്കാമെന്നും ഇസ്രായേൽ സേന പറഞ്ഞു. ഗാസ സിറ്റി പിടിക്കാനുള്ള കരയുദ്ധം മാസങ്ങൾ നീളുമെന്ന് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. ഇസ്രായേൽ ടാങ്കുകൾ 3 ഭാഗത്തു നിന്ന് നഗരകേന്ദ്രത്തിലേക്കും പടിഞ്ഞാറൻ മേഖലയിലേക്കും നീങ്ങുകയും മറ്റൊരു സംഘം കിഴക്കൻ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിൽ ഫോൺ, ഇന്റർനെറ്റ് സേവനങ്ങൾ നിലച്ചതോടെ പുറം ലോകവുമായുള്ള ബന്ധവും ഇല്ലാതെയായി. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് അമേരിക്കയുടെ നടപടി. എന്നാൽ ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിൽ ഡെമോക്രാറ്റുകൾക്കിടയിൽ എതിർപ്പ് ശക്തമാകുകയാണ്.